ഓക്കെ, നമസ്കാരം ഫ്രണ്ട്സ്. സോ ഈ ഒരു വീഡിയോയില് നമ്മളുടെ കൂടെ ഉള്ളത് അജ്ദർ ആണ്. അപ്പോ ഇത് ശരിക്കും നമ്മുടെ കാറ്റ് ആസ്പിറൻസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല. ഇത് ശരിക്കും ഞാനിപ്പോ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വീഡിയോസ് ആയിട്ട് IP മാത്തിനെ കുറിച്ച് കുറച്ചധികം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ഒരു IP മാത്തിന്റെ ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പൊ IP മാത്തിനെ കുറിച്ച് കുറെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മുടെ പേജസിലേക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടാണ് നമ്മൾ IP മാറ്റ് പിന്നെ നമ്മൾ 2 years ബാക്ക് IP മാറ്റ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ സ്റ്റിൽ നമ്മൾ കുറച്ച് നാൾ അത് പോസ് ചെയ്തു. ബട്ട് ദെൻ ഇപ്പോഴും ഒരുപാട് റിക്വസ്റ്റ് വരുന്നതുകൊണ്ട് ഐ തോട്ട് ലൈക്ക് കുറച്ച് IP ന്റെ ഒരു പോസിബിലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് Recording in ചെയ്യാം progress. ചെയ്യാന്നുള്ളത് ഞാൻ എന്തായാലും വിചാരിച്ചു. ഓൺ ആക്കിയിട്ടുണ്ട്. നീ സോ അതില് ചോദിച്ചോളൂ അതിന്റെ അജ്ദറിനെ ലിങ്ക് സ്പെസിഫിക്കലി അയച്ചുതരാം. കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ അജ്ദർ ഓക്കെ എന്റെ ഓക്കെ ക്ലാസ്മേറ്റ് ആണ് IIM ഇൻഡോറിൽ. അപ്പൊ ഞാൻ MBA ജോയിൻ ചെയ്തപ്പോ 22 അജ്ദറും അവിടെ IPM കഴിഞ്ഞ് MBA നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതായിരുന്നു. രണ്ട്, ഈ IP മാത്തിന്റെ കോച്ചിങ് ഒരു കമ്മ്യൂണിറ്റി പവർഡ് മോഡലായിട്ട്, അതായത് ഇപ്പൊ ഓപ്പൺ ഡാഡ് നമ്മുടെ കാറ്റ് ഒക്കെ നടത്തുന്നത് പോലെ ആദ്യം ഇവര് 2017 നടത്തിയിട്ടുണ്ടായിരുന്നു IIM ഇൻഡോറിൽ. അപ്പം ശരിക്കും ഓപ്പൺ ഡാഡ് തുടങ്ങിയതും ഒരുപാട് ഈ പറയുന്ന ഇവരുടെ ഒരു ആൽഫ IP മാറ്റ് എന്നായിരുന്നു അവരുടെ ഒരു പ്രോഗ്രാമിന്റെ പേര്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതുവരെ IPM-ന്റെ വീഡിയോസ് ഈ യൂട്യൂബ് ചാനലിൽ ചെയ്തത് ഇപ്പൊ IPM-ൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ്. അപ്പൊ ഒരുപാട് പേരൻസിനും സ്റ്റുഡൻസിനും ഉള്ള ഡൗട്ട് കൊള്ളാം, അതായത് പ്രോഗ്രാം ഒക്കെ വളരെ ഫാൻസി ആണ്, ഒരുപാട് അധികം കോഴ്സസും എന്താ പറയാ റൂറൽ ഇമേഴ്ഷൻ പ്രോഗ്രാം, സോഷ്യൽ ഇന്റേൺഷിപ്പ്, ഫോറിൻ എക്സ്ചേഞ്ച് എല്ലാം ഉണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞാലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ കഴിഞ്ഞാൽ ശരിക്കും ഒരു IIM-ലെ MBA ഗ്രാജുവേറ്റിന്റെ ഒരു റെസ്പെക്ട് ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റിലും ബാക്കി ഇൻഡസ്ട്രി അക്കാഡമിയിലൊക്കെ കിട്ടുന്നുണ്ടോ ഈ IPM-നുള്ളതെന്നാണ്. അപ്പം അജ്ദറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അജ്ദർ തന്നെ ചെയ്യും. പക്ഷെ ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. സോ ബേസിക്കലി 2017 to 22 IIM ഇൻഡോറിൽ IPM പ്രോഗ്രാം കഴിഞ്ഞതാണ്. ആൻഡ് ഇപ്പോ അജ്ദർ ഈസ് വർക്കിംഗ് വിത്ത് ഇൻഡിഗോ എഡ്ജ്. വേറൊരു റീസൺ ബീങ്, അജ്ദർ IPM കഴിഞ്ഞ് ഇപ്പം IIM ഇൻഡോറിൽ കുട്ടികളെ റിക്രൂട്ട് ചെയ്യാനും കമ്പനിയുടെ പാർട്ടായിട്ട് പോകുന്നുണ്ട്. സോ ഒരു റിക്രൂട്ടർ പോയിന്റ് ഓഫ് വ്യൂവിലും എങ്ങനെയാണ് ഇപ്പൊ IPM ഇവോൾവ് ചെയ്തിട്ടുള്ളത് ആസ് എ പ്രോഗ്രാം എന്നുള്ളത് നമുക്ക് അജ്ദറിന്റെ അടുത്ത് ചോദിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അജ്ദർ, ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ പ്ലസ് എങ്ങനെ ഈ IPM-ൽ എത്തിപ്പെട്ടു എന്നുള്ളത് ഒന്ന് പറയാമോ? അതായത് അന്ന് 2017 നോട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ മൈ ബി നോയിങ് അബൌട്ട് IPM ആസ് എ കോഴ്സ്. ഇന്നത്തെ അത്ര അവയർനെസ് ഇല്ലായിരുന്നു. സോ അതെങ്ങനെയായിരുന്നു എന്ന് പറയാമോ? താങ്ക്സ് സാഹിൽ. താങ്ക്സ് ഫോർ ദ കൈൻഡ് ഇൻട്രോ. സാഹിൽ പറഞ്ഞ പോലെ ഞാനും സാഹിലും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. നമ്മൾ തമ്മിലൊരു ഹിസ്റ്ററി ഉണ്ട്. ആൻഡ് ഹാപ്പി ടു എഡ്യൂക്കേറ്റ് മോർ പീപ്പിൾ അബൌട്ട് IPM. കാരണം ഇറ്റ്സ് എ കോഴ്സ് ദാറ്റ് ഐ റിയലി ബിലീവ് ഇൻ. ആൻഡ് എനിക്ക് IPM കിട്ടിയതുപോലെ ഐ തിങ്ക് ദർ ആർ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഔട്ട് ദർ ഹു ആർ ലുക്കിംഗ് ഫോർ IPM ബട്ട് ജസ്റ്റ് ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ് ആൻഡ് ഹൗ ടു അപ്രോച്ച്. സോ ഹാപ്പി ടു ഷെയർ വാട്ട് എവർ ഇൻഫർമേഷൻ ഐ നോ. എന്നെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറയാനാണെങ്കിൽ ഐ തിങ്ക് എവറിത്തിങ് അബൌട്ട് IIM സാഹിൽ ഹാസ് കവേർഡ്. Joined in 2017 for the IPM course, passed out 2022. Joined Indigo Edge. It's an investment bank. ഞാൻ അവരുടെ ഫൗണ്ടേഴ്സ് ഓഫീസ് ഒരു സ്ട്രാറ്റജി റോളിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്റെ കോളേജിന് ശേഷമുള്ള കാര്യങ്ങൾ പറയാം. ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് യു ഗൈസ് വാണ്ട് ടു നോ എനിവേ. എന്റെ ജോബ് ലാർജ്ലി എ ജനറലിസ്റ്റ് ജോബാണ്. ഐ എം നോട്ട് എ സ്പെഷ്യലിസ്റ്റ്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഐ എം നോട്ട് വർക്കിംഗ് ഇൻ എ സ്പെസിഫിക് വെർട്ടിക്കൽ ലൈക്ക് സെയിൽസ് ഓർ പ്രൊഡക്ട് മാനേജ്മെന്റ് or anything. And the job on any given week, I will be working across multiple aspects. That can be recruiting, HR, culture, training. It can be on the operations, new verticals build a new geographies explore a new business noka. It could be investing in startups, then the ROIs, financials ഒക്കെ നോക്കുക. സോ ഒരു വെരി ജനറലിസ്റ്റ് റോളാണ്. ആൻഡ് അത് ഞാൻ എടുത്ത് പറയാൻ കാരണം IPM എന്നൊരു കോഴ്സ് പഠിച്ചുകൊണ്ടാണ് എനിക്ക് ഈ റോള് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഈ റോളിന് ഈ ജോബിലേക്ക് ഞാൻ കയറിയത് തന്നെ ഇൻഡിഗോ എഡ്ജ് എന്റെ കോളേജിൽ പ്ലേസ്മെന്റ് വന്നപ്പം ഞാൻ ഒബ്വിയസ്ലി അവർ IB റോളിനാണ് വന്നിരുന്നത്. ഐ ഗേവ് ആപ്ലിക്കേഷൻ ആൻഡ് ഐ വെന്റ് ത്രൂ ദ പ്രോസസ്. പക്ഷെ പ്രോസസ്സിന്റെ എൻഡിൽ ദ ഫീഡ്ബാക്ക് വാസ് ദാറ്റ് ഐ ഡോണ്ട് നോ ഇനഫ് ഫൈനാൻസ് ടു ബി ഇൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. പക്ഷെ എനിക്ക് ഒരു 2 സ്റ്റാർട്ടപ്പ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കോളേജിൽ. ഞാനൊരു ജനറലിസ്റ്റ് ആയിരുന്നു. ഐ പ്ലേ എ ലോട്ട് ഓഫ് സ്പോർട്സ്. സോ വെൻ ദേ സോ ദാറ്റ് ദ ഫൗണ്ടർ ജസ്റ്റ് കോൾ മീ ആൻഡ് സെഡ് വി ആർ ലുക്കിംഗ് ഫോർ എ പേഴ്സൺ ലൈക്ക് യു ബിക്കോസ് വി വാണ്ട് ടു ഗ്രോ ദ ഫേം. വി ഡോണ്ട് നോ വാട്ട് ദ റോൾ ഇസ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വി ആർ ഹാപ്പി ടു ടേക്ക് യു ഓൺ. ആ സമയത്ത് ഞാൻ ചോദിച്ച എല്ലാവരും അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും പറഞ്ഞത് ആ റോൾ എടുക്കണ്ടെന്നാണ്. കാരണം ദി എൻറ്റയർ നോഷൻ ഇസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് സ്ട്രക്ചേർഡ്, ഇറ്റ് ഇസ് എ റിസ്കി റോൾ, ഡോണ്ട് നോ വാട്ട് ദ ഗ്രോത്ത് വിൽ ബി ആൻഡ് സോ ഓൺ. ബട്ട് എനിക്ക് എപ്പോഴും ഒരു ഓണ്ടർപ്രണർഷിപ്പ് സൈഡിലേക്ക് ഇരുന്നു എൻ്റെ ഒരു ദാറ്റ്സ് വാട്ട് ഐ വാസ് ലീനിങ് ടുവേർഡ്സ്. ഐ വാസ് ഓൾവേസ് എ ജനറലിസ്റ്റ് ഓൾസോ. സോ ഇറ്റ്സ് എ ചാൻസ് ഐ ടുക്ക് ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് നൗ. And without IPM, I don't think I would have been here. I don't think I would be able to do my job very well. And secondly,
ദ സെക്കൻഡ് ക്വസ്റ്റൻ എന്തായിരുന്നു സായല്? അതായത് ഇപ്പം അസ്ദർ ആണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ജെയ്ക്ക് വേണ്ടിയായിരിക്കും മിക്കവാറും പ്രിപ്പയർ ഓക്കെ, ചെയ്തിട്ടുണ്ടാവുക 11 യെസ് 12. യെസ്, യാ. എന്തുകൊണ്ട് ജെയിന്ന് ഒരു IPM-ലോട്ടുള്ള ജമ്പ് എന്തുകൊണ്ടാണ്? ആൻഡ് സോ ആ ഒരു ഡിസിഷൻ ഫെയർ ആണെന്ന് തോന്നുന്നുണ്ടോ? ഹൗ ഡു യു യാ കമ്പയർ? ഐ സോ മീൻ, യാ. ഞാന് ഒരു എയ്ത്തിൽ പഠിക്കുമ്പോഴാണ് എന്റെ ഒരു കസിന് IIM കാലിക്കറ്റയിൽ അഡ്മിഷൻ കിട്ടിയത്. അതിന് മുന്നേ എന്റെ ഫാമിലീസിൽ കസിൻസ് ഉണ്ട് IIMs IITs ഒക്കെ പോയ, പക്ഷെ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഒരു എയ്ത്തിൽ പഠിക്കുമ്പോഴാണ് എനിക്കൊരു ബോധം വെച്ചത്. ആ സമയത്താണ് എന്റെ ഒരു കസിൻ, എന്റെ നേരെ മേലുള്ള കസിന് IIM കാലിക്കറ്റയിൽ അഡ്മിഷൻ കിട്ടി. അപ്പൊ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് IIM-നെ കുറിച്ച് അറിഞ്ഞത്. അപ്പം ആ സമയത്ത് തന്നെ ഐ വാസ് വെരി ക്ലിയർ, IIM ആണ് എനിക്ക് പോകേണ്ട സ്ഥലം. ഐ ലൈക്ക് എഞ്ചിനീയറിംഗ് ബട്ട് ഐ ലവ്ഡ് ബിസിനസ്. സോ എനിക്ക് വെരി ക്ലിയർ ആയിരുന്നു IIM ഇസ് ദ വേ ഐ വോണ്ട് ടു ഗോ. ബട്ട് ആസ് യൂഷ്വൽ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഞാൻ 11th സയൻസ് എടുത്തു. കാരണം എഞ്ചിനീയറിംഗ് പ്ലസ് കാറ്റ് ആണല്ലോ IIM-ലേക്കുള്ള ഒരു ട്രഡീഷണൽ റൂട്ട്. സോ ഞാൻ 11th and 12th സയൻസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇയർ ഡ്രോപ്പ് ചെയ്തു IIT-ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴും ഞാൻ വെരി ക്ലിയർ ആയിരുന്നു, എനിക്ക് IIT ഇസ് ജസ്റ്റ് എ മീൻസ് ടു എൻ എൻഡ്. എനിക്ക് എഞ്ചിനീയർ ആയി ജോലി ചെയ്യേണ്ട. ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ലവ് ഫോർ ദ ഫീൽഡ്. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടമായിരുന്നു. സോ മൈ തിങ് വാസ് ഐ വിൽ ഡു 4 years ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ലാസ്റ്റ് ഇയർ ഐ വിൽ prep ഫോർ CAT. ആൻഡ് സ്ട്രേറ്റ് ഫ്രം ആഫ്റ്റർ എഞ്ചിനീയറിംഗ് കോളേജ് എനിക്ക് നേരെ IIM കയറണം, എനിക്ക് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണ്ട. അങ്ങനെ ഞാൻ IIT-ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബൌട്ട് 3 months പ്രയർ ടു ദി എക്സാം ഞാനൊന്ന് മെന്റലി ഐ വാസ് ഡൺ. എനിക്കിത് ഇങ്ങനെ ജീവിച്ചിട്ട് ഒരു അർത്ഥമില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തി ഞാൻ. അപ്പം ആക്ച്വലി ആ സമയത്ത് ഞാൻ നടന്നു പോകുമ്പം കോച്ചിങ് ക്ലാസ്സിന് ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോൾ ഞാൻ താഴത്തെ ഒരു ഫ്ലയർ കണ്ടതാ. അപ്പം ദാറ്റ് ഫ്ലയർ വാസ് ഫ്രം പാല, ബ്രില്യൻസ് പാല. അപ്പൊ ആ ഫ്ലയറിനകത്ത് ഉണ്ടായിരുന്നു, ആ ഫ്ലയറിന്റെ ഹെഡിങ് തന്നെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത കോഴ്സുകൾ എന്നായിരുന്നു. അപ്പൊ ഓക്കെ. അതില് ആ ലിസ്റ്റില് ഉണ്ടായിരുന്നു ഈ ഒരു IPM. അപ്പൊ പക്ഷെ അത് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എന്താ വെച്ചാൽ അതിനകത്ത് അവര് ബോൾഡില് IIM ഇൻഡോർ എന്ന് എഴുതി വെച്ചിരുന്നു. ആ സമയത്ത് IIM ഇൻഡോറിൽ മാത്രമേ IPM ഉള്ളൂ. ഇപ്പോഴത്തെ അതെ പോലെ ഇപ്പം എനിക്ക് തോന്നുന്നു 6 MBA അതെ IIMs അതെ. ഉണ്ട്. അപ്പം IIM ഇൻഡോർ എന്ന് കണ്ടപ്പം പെട്ടെന്ന് കോട്ട് മൈ അറ്റൻഷൻ. അപ്പൊ ഞാൻ ആ ഒരു സെക്ഷൻ കുറച്ച് ഡീറ്റെയിൽ ആയി വായിച്ചു. അപ്പോഴാണ് ഞാൻ IPM എന്നുള്ള എക്സാമിനെ കുറിച്ച് വായിച്ചത്. വെൻ ബാക്ക് ഓബ്വിയസ്ലി ഞാൻ കുറച്ച് ഗൂഗിളൊക്കെ ചെയ്ത് വായിച്ചു. ഞാൻ ഫേസ്ബുക്കിൽ ഒരു സീനിയറിനെ കണ്ടുപിടിച്ചു. അവനെ മെസ്സേജ് അയച്ചിട്ട് ഹി വാസ് എ വെരി കൈൻഡ് ഗൈ, കെയിം ഓൺ എ കോൾ, ഗേവ് മി എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. എന്നിട്ട് ഞാൻ എന്റെ ഉപ്പാന്റെ അടുത്ത് സംസാരിച്ചു. ഉപ്പ എനിക്ക് നീ ഉപ്പാന്റെ ഉമ്മാന്റെ സംസാരിച്ചു, എനിക്ക് എഞ്ചിനീയറിംഗിന് ഇനി പഠിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് പ്രിപ്പറേഷൻ ഫുള്ളി നിർത്തുകയാണ്, ഞാൻ ഇനി IPM-ന് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അപ്പം ദാറ്റ് മെന്റ് എനിക്ക് മാത്സ് ഞാൻ കണ്ടിന്യൂ ചെയ്യും, ബട്ട് ഫിസിക്സ് കെമിസ്ട്രി ആ സബ്ജക്റ്റുകളൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്യും. അപ്പം മൈ പാരന്റ്സ് വെർ വെരി വെരി സപ്പോർട്ടീവ്. അല്ല ഞാൻ ഇത്ര മാസം പഠിച്ചിട്ട് 2 months 3 months ബിഫോർ JEE മെയിൻസ് ഇങ്ങനെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞാൽ എത്ര പാരന്റ്സ് എത്ര സപ്പോർട്ടീവ് ആയിരിക്കും എന്ന് എനിക്കറിയില്ല. ബട്ട് മൈൻ വാസ് എക്സ്ട്രീംലി സപ്പോർട്ടീവ്. അപ്പം അത് വെച്ചിട്ട് ഞാൻ എന്റെ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു ഹെഡിന്റെ അടുത്ത് പോയി. ഹിസ് നെയിം വാസ് ഇക്ബാൽ സർ. He is now the HOD of in Xylem or something. മാത്തമാറ്റിക്സിന്റെ HOD ആണ്. Mathematics, yeah. He was also extremely understanding. When I told him this, he was always invested in my future. He was a very good teacher. So, but he was very supportive. ഞാനിത് പറഞ്ഞപ്പോ തന്നെ ഇക്ബാൽ സർ പറഞ്ഞു, ഓക്കെ, മേക്ക് സെൻസ്, നോ പ്രോബ്ലം. നിനക്ക് ഇവിടെ എപ്പം വേണമെങ്കിൽ വന്നിട്ട് ലൈബ്രറിയിൽ ഏത് ബുക്ക് എന്ത് ടെസ്റ്റ് എടുത്തിട്ട് പഠിക്കാം, നീ എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യണം, ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യണം, ബട്ട് ഇറ്റ്സ് ഓക്കെ ഇഫ് യു വോണ്ട് ടു ഫോക്കസ് ഓവർ ഹിയർ. ഹി വാസ് ഓൾസോ വെരി സപ്പോർട്ടീവ്. ഇറ്റ് വാസ് എ വെരി ഹൈ റിസ്ക് മൂവ്. കാരണം ആ സമയത്ത് IIM ഇൻഡോറിൽ ഒരു 120 സീറ്റ് ഉണ്ട്, വേറൊരു കോളേജിന് ഒരു ചാൻസ് ഒന്നും ഇല്ല. സോ യു ഫ്ലങ് ദാറ്റ് വൺ എക്സാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുകൊണ്ട് അൺലക്കിനോട് നിനക്ക് അന്ന് ആ സമയത്ത് പനിയാണ്, എവറിത്തിങ് ഗോസ് ഡൗൺ ദ ഡ്രെയിൻ. ബട്ട് ഐ തോട്ട് വർത്ത് ദ റിസ്ക് ആണെന്ന് തോന്നി, ടുക്ക് ദാറ്റ് റിസ്ക്. Thankfully everything went well, cleared the exam, cleared the JD, cleared the written ability test, cleared the interview. വെയിറ്റ് ലിസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഭാഗ്യത്തിന് ഫസ്റ്റ് ട്രയൽ തന്നെ എനിക്ക് ഫസ്റ്റ് മെറിറ്റിൽ തന്നെ കയറാൻ പറ്റി. ആൻഡ് ഐ ഹാവ് നെവർ റിഗ്രറ്റഡ് ദാറ്റ് ഡിസിഷൻ. എനിക്ക് IPM കോഴ്സ് അത്ര ഇഷ്ടമായോണ്ടാണ് ഞാൻ അത് പഠിപ്പിക്കാനുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. അതർവൈസ് ഐ വിൽ നോട്ട് ഹാവ് ഡൺ ദാറ്റ്. ദാറ്റ് ഈസ് മൈ ജേർണി ഓഫ് ഹൗ ഐ റീച്ച്ഡ് ഹിയർ. ആൻഡ് ആ ഒരു പ്രോബ്ലം, അതായത് കുറെ പേരുണ്ടായിരുന്നു, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യില്ലായിരുന്നു. ഐ വുഡ് ഹാവ് പ്രിപ്പയർഡ് ഫോർ ദിസ് ഇൻ 11th and 12th and got it. അത് കാരണമാണ് ഞാനും ഷാഹിദും കൂടെ ആൽഫ IPMAT തുടങ്ങിയത്. ദ പ്രൈമറി ദിസ് തിങ് വാസ് അവയർനെസ്, ടു സ്പ്രെഡ് അവയർനെസ് ടു പീപ്പിൾ ദാറ്റ് ഹേ ദർ ഇസ് എ കോഴ്സ് ലൈക്ക് ദിസ്, പീപ്പിൾ ക്യാൻ ഗോ ത്രൂ ദിസ്. എങ്ങനെ ചെയ്യേണ്ടത് ആർക്കും അറിയില്ലായിരുന്നു. ആൻഡ് ദർ വാസ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് അറൌണ്ട് ഫീ. IPM ഇസ് നോട്ട് എ ചീപ്പ് കോഴ്സ്. ഇഫ് അതെ യു ടേക്ക് ഇറ്റ് ആസ് എൻ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ്, ഇറ്റ്സ് നോട്ട് എ ചീപ്പ് കോഴ്സ്. സോ എല്ലാവർക്കും, എനിക്കുൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു അപ്രിയൻഷൻ ആണ്, ഇത്രയും പൈസ കൊടുത്തിട്ട് ഇങ്ങനത്തെ കോഴ്സ് എന്താണെന്നൊന്നും അറിയില്ല,
സോ എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും ഷാഹിദും ആൽഫ IPMAT തുടങ്ങിയത്, ആൻഡ് ടു ഹെൽപ്പ് പീപ്പിൾ ഗെറ്റ് ഇൻ. That was only the second problem. So I'm a big advocate, big brand ambassador of the course, and always happy to help anyone who wants to do anything over here. ഓക്കെ, ഇപ്പൊ അസ്ദർ പറഞ്ഞാല് ഇപ്പം ഓൾറെഡി അസ്ദർ പറഞ്ഞു ഇപ്പം എഞ്ചിനീയറിംഗ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് ലാസ്റ്റ് ഇയർ ആകുമ്പോൾ കാറ്റ് എഴുതി ഇതിൽ വരാനായിരുന്നു ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പം IPM പല ആൾക്കാരുടെയും വിചാരം വെച്ച BBA പ്ലസ് എൻ MBA പ്രോഗ്രാം ആണെന്നാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ BBA പ്ലസ് എൻ MBA പ്രോഗ്രാം. ഇറ്റ്സ് എ വെരി ഡൈവേഴ്സ് ലിബറൽ ആർട്സ് പ്രോഗ്രാം. ഇറ്റ്സ് എ BA ഫൗണ്ടേഷൻസ് ഇൻ മാനേജ്മെന്റ് പ്ലസ് എൻ MBA പ്രോഗ്രാം. Yeah. കോഴ്സസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള കോഴ്സസ് ആണ് ഉള്ളത്. അപ്പം ബേസിക്കലി ഒരു MBAക്ക് പോകുന്ന സമയത്ത് ശരിക്കും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പം റിക്രൂട്ട്മെന്റ് ആണെങ്കിലും കമ്പനീസ് MBA കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിലും ഒരു ക്ലിയർ ഡിഗ്രി ഇല്ല. സോ ഐ കാൺ സേ ദാറ്റ് ഐ ഹാവ് എ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ഓർ മേ ബി ഇൻ അക്കൗണ്ടിങ്, കൊമേഴ്സ്, ഒന്നും പറയാനില്ലല്ലോ. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ മാനേജർ POVയിൽ എങ്ങനെയാണത് ഹെൽപ്പ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇനി അത് ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ശരിക്കും IPM ഉണ്ടോ? ഞാൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഒരു സബ്ജക്ട് ഇഷ്ടമാണ്, അതിൽ ഫോക്കസ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടോ? സോ IPM, ലൈക്ക് യു സെഡ്, ഒരു വെരി ഡൈവേഴ്സ് കോഴ്സ് ആണ്. ഫസ്റ്റ് 3 years there is no specialization at all. It is extreme generalist in the way it's designed. അതില് in the third year, obviously, electives are up to you. So if you want to focus on finance or strategy, marketing, you can take a few courses and Yeah. കുറച്ച് സ്പെഷ്യലൈസേഷൻ ബിൽഡ് ചെയ്യാം, but not so much, very less. Still about 60% would be general. Yeah. And first 2 years is largely general. But the courses are extremely interesting. ഈ ഒരു സൈഡിലേക്ക് ചിന്തിക്കുന്ന ഒരാളാണ്, അതായത് എനിക്ക് വേറെ കുറെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ട്, want to be exposed to a lot of things, അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ you will not have a single boring day in college. Even the most boring subjects will be slightly interesting, കാരണം നിങ്ങൾ ഒറ്റക്കല്ല ഇരിക്കുന്നത്, കുറെ ആൾക്കാർ, 60 പേരുള്ള ക്ലാസ്സാ. So the discussions, the conversations, everything that you will learn something new. So the Yeah. courses are like that. Now അത് MBAയിലേക്ക് വരുമ്പം എങ്ങനെയാണുള്ളത്, I'll tell from 2 angles, one from the student angle and one from the recruiter angle. Student angle first. MBAയിലേക്ക് വരുമ്പം എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണ്, എന്താ, എനിക്ക് ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നത് NIT കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച അല്ലെങ്കിൽ IIT മദ്രാസ് ബയോടെക്നോളജി പഠിച്ച ആൾക്കാരൊക്കെയാണ്. And I don't have as much knowledge, as much depth as them. Yeah. But you have to understand, അത് വേറൊരു കോഴ്സാണ്. It has its benefits, it has its good, but it's a different course. നിങ്ങൾ MBAയിലേക്ക് വന്നാല് നിങ്ങൾ ക്രിക്കറ്റ് നന്നായി കളിക്കാൻ പറ്റുമെന്ന് അറിയുന്നതുകൊണ്ട് ഫുട്ബോളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നില്ല. ഫുട്ബോൾ ഒരു വേറെ തന്നെ ഗെയിമാണ്. സോ MBAയിലേക്ക് വരുമ്പം എവറിബഡി ബ്രിങ്സ് സംതിങ് ഡിഫറെന്റ് ടു ദ ടേബിൾ. MBA അങ്ങനത്തെ ഒരു ഫീൽഡാണ്. അതായത് MBAയിൽ ഒരു റൈറ്റ് ഓർ റോങ് ഇല്ല. സാഹിൽ ആസ് എൻ MBA ഗ്രാജുവേറ്റ്, what he brings to a room versus what Ajdar brings to the room is different. Yeah. And the reality is, a business needs everything. Different businesses need different things at different points of time. So if I consider myself a student, ഞാൻ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, sure, I do not have a BTech from IIT Madras or NITs or anything, but എനിക്ക് 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു what was going well for me. Yeah. One, എല്ലാരും, most of the people come from an engineering background, and irrespective of the field, engineering as a field is about structurally breaking down a problem and building solutions for it. The computer science ആണെങ്കിൽ, electronics ആണെങ്കിൽ, biotechnology, it's all that approach. Yeah. Right? അത് more or less you learn that approach in your IPM. It's about that approach. അത് നിങ്ങളുടെ ഡിഫറെന്റ് കോഴ്സസിലും കേസ് സ്റ്റഡീസിലും ആയിട്ട് that approach you learn. So your brain is primed to think like that. Whether or not you don't know coding, you are primed to look at a problem and structurally break it down. So that is one thing. Second thing, what I had and the others did not was, അവരെല്ലാരും ഒരു B സ്കൂളിൽ പുതിയതാണ്. ഞാനൊരു B സ്കൂളിൽ 3 വർഷമായിട്ടുണ്ട്. സോ ആ 3 വർഷം ഞാൻ ഫുട്ബോൾ കളിക്കുന്നത് MBA സ്റ്റുഡൻസിന്റെ കൂടെ, PGPയിലുള്ള സ്റ്റുഡൻസിന്റെ കൂടെ. ഉദാഹരണത്തിന് എന്റെ ഫുട്ബോൾ ടീം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടീമിലുണ്ടായിരുന്ന ഒരാള് 2 വർഷം കസ്റ്റംസിൽ ജോലി ചെയ്തിട്ട് ഇപ്പം MBAക്ക് വന്ന ഒരാള്, ഒരു MBA ഫസ്റ്റ് ഇയറിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ട് ചെയ്ത ഒരാള്, അങ്ങനത്തെ ഒരാളെ കൂടെയൊക്കെയാണ് ഞാൻ എന്റെ IPM ഫസ്റ്റ് ഇയറിൽ ഫുട്ബോൾ കളിക്കുന്നത്. സോ ഞാൻ ഒരു 3 വർഷം അങ്ങനത്തെ ആൾക്കാരെ കൂടെ സംസാരിച്ച്, അവരെ കൂടെ കളിച്ച്, അവരെ കൂടെ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആ ലൈൻസിലായിരുന്നു. അതായത് ഇപ്പം ഇൻടേക്ക് ഇപ്പൊ IPMന്റെ ഇപ്പോഴും കുറവാണല്ലോ. അതായത് കമ്പയർഡ് ടു ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പൊ ഒരു NIT ഒക്കെ എടുത്താൽ ഒരു വർഷം ഒരു 1000-1500 സ്റ്റുഡൻസിന് ഒരു ബാച്ചിൽ ഇൻടേക്ക് ഉണ്ടാവും.
അപ്പം യു ഓൾസോ ഗെറ്റ് ടു സീ എ ലോട്ട് ഓഫ് പീപ്പിൾ, റൈറ്റ്? ഐ മീൻ ഒരു വലിയൊരു ബാച്ച് ആണ്, അപ്പൊ അവിടെ അത്രയും നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പം ഐ എംസിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അവരുടെ ഒരു MBA പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇപ്പം IPM എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വരുമ്പോൾ ഒന്ന് സ്മോളർ ബാച്ച് സൈസ്, രണ്ടാമത്തത് നിങ്ങൾക്ക് അവിടെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ഫീലിംഗ് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ ശരിക്കും? എനിക്ക് ആ ഫീലിംഗ് ഇതുവരെ കിട്ടിയിട്ടില്ല. ആൾക്കാർ അത് കയറുന്നതിന്റെ മുന്നേ പറയാറുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. ആൻഡ് മേ ബി ഐ ഡോണ്ട് നോ, മേ ബി ഇൻ സം സർക്കിൾസ് ഇറ്റ് എക്സിസ്റ്റ്. എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എവറി MBA പീപ്പിൾ ഐ ഹാവ് മെറ്റ് മോർ ദാൻ വില്ലിംഗ് ടു ടോക്ക് ടു മീ, മോർ ദാൻ വില്ലിംഗ് ടു ടീച്ച് മീ എനിത്തിങ് ഐ വാണ്ട്. അവരെ കൂടെ ഒരു ഫെസ്റ്റിൽ പണിയെടുക്കുമ്പോൾ ദേ ഹാവ് ഗിവൺ മീ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓൾ, ആബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ബട്ട് ഓബ്വിയസ്ലി പീപ്പിൾ വിൽ ബി ദർ ഓൺ ബോത്ത് സൈഡ്സ്. അത് Yeah. കോളേജിലായാലും ജോലിക്കായാലും ദർ ഇസ് നത്തിങ് യു ക്യാൻ ഡു. You have to just work with it. But I have not faced anything, and I know a large part of the people have not. കാരണം ഞങ്ങൾ എല്ലാവരും ഒരു ഭാഗ്യം കൊണ്ടും വർക്ക് കൊണ്ടും വി ആർ ഇൻ എ ഗുഡ് പൊസിഷൻ. Yeah. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഓൾ ഓഫ് ദോസ്, ആൻഡ് ദാറ്റ് വാട്ട്സ് മൈ എക്സ്പീരിയൻസ് വാസ്. അപ്പൊ അങ്ങനെ ഞാനൊരു 3 കൊല്ലം ചെയ്തുകൊണ്ട്, 3 കൊല്ലം ബിസിനസ് സ്കൂളിൽ ഇരുന്നിട്ട് MBA ഇരിക്കുന്നതുകൊണ്ട് ഐ ഓൾറെഡി ന്യൂ എ ലോട്ട് ഓഫ് ബിസിനസ്. എങ്ങനെയാണ് ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു മോഡൽ നോക്കേണ്ടത്, എന്താണെങ്കിലും it's all about, at the end of the day, all about how you look at a problem and you Yeah. break it down and you come up with a solution. So I had that. And third, which was a little bit very specific to me, or maybe even Shahid and a few other people, was that ഞങ്ങൾക്ക് ഒരു സ്പെഷ്യലൈസേഷൻ അല്ല, ഒരു ജനറൽ കോഴ്സ് ആയതുകൊണ്ട് വി കുഡ് സ്റ്റാർട്ട് അപ്പ്. Hmm. നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും കുറച്ച് അറിയുന്നതുകൊണ്ട് വി ഹാഡ് ദ ഫ്രീഡം ടു ഡു എ സ്റ്റാർട്ടപ്പ് ഇൻ അവർ അണ്ടർ ഗ്രാജുവേറ്റ്. ആൻഡ് അതെ. ഐ എം ഓൾസോ ഹാവ് സം സപ്പോർട്ട് ആൻഡ് ഓൾ ഇൻ ടേംസ് ഓഫ് പ്രൊഫസേഴ്സ്, വർക്കിംഗ് സ്പേസ് ആണെങ്കിൽ അവരൊക്കെ തരുന്നുണ്ട്. ഇറ്റ് ഹെൽപ്, ബട്ട് ലാർജ്ലി ഇറ്റ് വാസ് ബിക്കോസ് IPM ഒരു ജനറൽ കോഴ്സ് ആണ്. സോ വി കുഡ് സ്റ്റാർട്ടപ്പ്, ആൻഡ് ദാറ്റ് സ്റ്റാർട്ടപ്പ് ടീച്ചസ് യു എ ലോട്ട് മോർ ദാൻ എനി കോഴ്സ് ക്യാൻ. ആൻഡ് ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ. ആൻഡ് വെൻ ഐ വാസ് ദെയർ, IPM ഒരു 360 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു across 3 years, and I think there were at least 20-25 startups amongst these Hmm. 360 students. That's a large number. One startup every 15 students also. So Yeah. അതുകൊണ്ട് more or less everyone was learning, irrespective of whether നമ്മൾ കോഡിംഗ് പഠിക്കുന്നില്ല, നമ്മൾ ഇലക്ട്രിക്കൽസ് പഠിക്കുന്നില്ല, പക്ഷെ നമ്മൾ പഠിക്കുന്നുണ്ട് ബിസിനസ്. ആൻഡ് നിങ്ങൾ MBA ഇരിക്കുമ്പോൾ there is no difference. If anything, you are a little bit ahead. കാരണം Hmm. PGP-യിൽ നിങ്ങൾ ഒരു സബ്ജക്ട്സ് അല്ല എല്ലാ ദിവസവും പഠിക്കുക. നിങ്ങൾക്ക് ഒരു 4 സബ്ജക്ട് ഉണ്ടെങ്കിൽ ഒന്ന് മാർക്കറ്റിംഗ്, ഒന്ന് ഓപ്പറേഷൻസ്, ഒന്ന് ഫൈനാൻസ്, ഒന്ന് എത്തിക്സ് ആയിരിക്കും. So മനസ്സിലായി. you need generalist view to Hmm. learn, understand, and put all of these things together. Adana major skill, right? That is what a business is. So I had no problem in my student life. Hmm. Now I'll come to the job part, right? Yeah. കോളേജ് എല്ലാം കഴിഞ്ഞു, ജോലിക്ക് കയറി. ജോലിക്ക് കയറുമ്പോഴും ആൾക്കാർ പറയും ഒന്നെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആവണം അല്ലെങ്കിൽ ജനറലിസ്റ്റ് ആവണം. ഓരോ ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് മാറും. ചിലവർ പറയും അടുത്ത 10 വർഷം സ്പെഷ്യലിസ്റ്റ് ഏറെയാണ്, അടുത്ത 10 വർഷം ജനറലിസ്റ്റ് ഏറെയാണ്. അതെ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിലാണ്. ഞാൻ കുറെ സ്റ്റാർട്ടപ്സിനെ കാണുന്നുണ്ട്. ആൻഡ് ദ റിയാലിറ്റി ഈസ് ദർ ഇസ് സ്പേസ് ഫോർ ബോത്ത് ഇൻ ദ വേൾഡ്. ഏത് കമ്പനി എടുത്താലും ഒരു കമ്പനീന്റെ ഉള്ളിൽ തന്നെ സ്പെഷ്യലിസ്റ്റുകളും വേണം, ജനറലിസ്റ്റുകളും വേണം. നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് എടുത്താലും ലാർജ് കൺഗ്ലോമറേറ്റ് എടുത്താലും MNC എടുത്താലും അതാണ് റിയാലിറ്റി. സ്പെഷ്യലിസ്റ്റുകളും ജനറലിസ്റ്റുകളും വേണം. അപ്പൊ എന്റെ കമ്പനിയിൽ ലാർജ് പാർട്ട് മൈറ്റ് ബി സ്പെഷ്യലിസ്റ്റ്, ബട്ട് ദർ ആർ ലോട്ട് ഓഫ് ജനറലിസ്റ്റ്. അവിടെയാണ് ഞാനുള്ളത്. അവിടെയാണ് വേറെ കുറെ ആൾക്കാരുള്ളത് പല ഫേംസിലും ആയിട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വളരെ പോപ്പുലർ ആയി വരുന്ന ഒരു ഡെസിഗ്നേഷൻ ആണ് ചീഫ് ഓഫ് സ്റ്റാഫ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഓഫീസ്. അതെ. അത് ഒരു പ്രോപ്പർ ജനറലിസ്റ്റ് റോളാണ്. സ്പെഷ്യലിസ്റ്റ് കനോട്ട് ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ കുറെ ജനറലിസ്റ്റ് റോൾസ് ഉണ്ട്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വെൻ യു ആർ സ്റ്റാർട്ടിംഗ് അപ്പ്, if you are a person who wants to start up right after college or 1 year after working, 2 year after working, generalist capabilities are more important than specialist capabilities if you Hmm. want to start up. അത് കാരണം സ്റ്റാർട്ടപ്പിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഇനീഷ്യൽ ഡേയ്സിൽ നിങ്ങൾ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കില്ല. നിങ്ങൾ എല്ലാം അതെ. ചെയ്യേണ്ടി വരും. എല്ലാം ചെയ്യേണ്ടി വരും. അപ്പം Yeah. എല്ലാം ചെയ്യേണ്ടി വരും. ഇറ്റ്സ് എ ജനറലിസ്റ്റ്. സോ അതെ. ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഹാസ് ദാറ്റ് വ്യൂ, എനിക്കൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്താൽ കൊള്ളാം 3-4-5 years down the line, IPM prepares you like anything for it. It gives you an MBA, IIM MBA education. It gives you an IIM network. It also will give you a good job to start off for your first 1 or 2 years to learn. And when you are starting up, all of these plus an IPM education means you are starting with a superpower. You are not starting at ground zero. ആൻഡ് അതാണ് എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇഫ് യു ജസ്റ്റ് ടേക്ക് ഡേറ്റ, എന്റെ കമ്പനിയിൽ ഇപ്പം 45 പീപ്പിൾ ആണ് എന്റെ കമ്പനീന്റെ സ്ട്രെങ്ത്. അതില് 5-6 പേര് IPM എന്നാ, ആൻഡ് ഓൾ Okay. ഫ്രം IIM Indore IPM. സോ 45 പേരുള്ള ഒരു കമ്പനിയിൽ 5-6 പേര് 120 പ്രോഗ്രാമുള്ള ഒരൊറ്റ കോളേജിൽ നിന്നാണ് ഉള്ളത്.
അത് എന്റെ കമ്പനി ഫസ്റ്റ് എന്റെ ബാച്ചിൽ നിന്ന് ഹയർ ചെയ്തു 3 പേരെ. അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇനി ഉം. നമുക്ക് IPM സ്റ്റുഡൻസിനെ ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് പോയി വരുന്ന. ആൻഡ് വി ആർ എൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. അതായത് വി ഡു എ ഹൈലി സ്പെഷ്യലൈസ്ഡ് വർക്ക് വിച്ച് ഇസ് ഫൈനാൻസ്. Yeah. എന്നിട്ടും വി ആർ ഹയറിംഗ് ജനറലിസ്റ്റ്. കാരണം എന്താ വെച്ചാല് ഈവൺ ഇൻ എ സ്പെഷ്യലൈസ്ഡ് റോൾ യു നീഡ് ജനറലിസ്റ്റ് അബിലിറ്റീസ് ടു ഡെവലപ്പ് ആൻഡ് ഗ്രോ. അതർവൈസ് വിൽ ഓൾവേസ് ബി സ്റ്റക്ക് ഇൻ വൺ പൊസിഷൻ. മനസ്സിലായി. അതായത് നിങ്ങളൊരു കോഡറിന് ഒരു ടീം ലീഡ് ടു എ ടെക് CTO ആവണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് യുവർ സ്പെഷ്യലൈസേഷൻ വിച്ച് വിൽ ടേക്ക് യു ദർ. Yeah, yeah. ഇറ്റ് ഈസ് യുവർ ജനറലിസ്റ്റ് കേപ്പബിലിറ്റീസ് വിച്ച് വിൽ ടേക്ക് യു ദർ. സോ ഇങ്ങനൊക്കെ നമ്മൾ നോക്കുമ്പോൾ all of the hate IPM gets because there is no specialization. അത് ജസ്റ്റ് ഒരു മിത്താണ്. It has no basis, it has no foundation. And if you are a capable person, honestly the truth is irrespective of what you learn, you will find a way and do it. And just that IPM gives you a better tool to start off with. Mm. And for that there is no other course that you can compare. Yeah, got it. അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി ചോദിക്കായിരുന്നു റിക്രൂട്ടർ POV ആയിരുന്നു. അതായത് ഇപ്പം അസ്ദർ തന്നെ ഇപ്പം ഇൻഡിഗോഡ്സിന്റെ പാർട്ടായിട്ട് പിന്നെ റിക്രൂട്ട്മെന്റിന് അയമെന്തോറി പോയിട്ടുണ്ട്. സോ നിങ്ങൾ IPMേഴ്സിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സ്റ്റാർട്ടപ്സ് ബട്ട് ഈവൻ MNCs ആണെങ്കിൽ പോലും ഇനിഷ്യലി ഈ IPM എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു പബ്ലിസിറ്റി അത്ര അധികം ഇല്ലാത്തത് കൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് പണ്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു 10 years ബാക്ക്. ബട്ട് ദെൻ ഇപ്പം ഐ തിങ്ക് IPMേഴ്സ് ആർ ഓൾസോ It's changing a lot. It's Yeah. അത് ഇപ്പം you just have to take IMNTOR ആണ് ബെസ്റ്റ് IPMന്റെ ട്രാക്ക് റെക്കോർഡ് എടുക്കാൻ കാരണം. Yeah, ബാക്കി എല്ലാം 2-3 years old. That's it. Yeah, IPM മാത്രമാണ് ഐ തിങ്ക് സം 10 years ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓഫ് IPM. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, IPM തുടങ്ങിയ സമയത്ത് നോ കമ്പനീസ് ലൈക്ക് ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് ഇവർ ആരും IPMസിനെ ഇവാലുവേറ്റ് പോലും ചെയ്യുന്നില്ലായിരുന്നു. Hmm. വേഴ്സസ് നൗ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, IPMs are working in those jobs. അവർക്ക് And I think പോലത്തെ if you get an companies ഒക്കെ- interview shortlist, then there's a high chance for conversion as well because Exactly. yeah. That is the thing, right? So in that recruiter POV, another thing is when you actually sit in an interview, it is very less about how much knowledge in depth you have about any topic. അതിൽ വലിയ കാര്യമൊന്നുമില്ല. It is about how you can understand the company, understand their business, understand what role are they hiring for, and whatever you know, you have to communicate it well. Otherwise, അതിനെ കൊണ്ടൊരു ആവശ്യമില്ല. You can know whatever in your head, but you have to communicate it well, right? Yeah. So IPMers, even if you take an IM Indore, number of shortlist needed for conversion, IPMers extremely low. കാരണം IPMസിന് 2-3 ഷോർട്ട് ലിസ്റ്റ് കിട്ടിയാൽ they will convert. കാരണം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ. നമുക്ക് കുറച്ചും കൂടെ ഒരു ബിസിനസ് പ്രോബ്ലം ഒക്കെ തരുമ്പം rather than thinking in 1 or 2 dimension, we can think in 3 or 4 or 5 dimension. അപ്പൊ ഇതിന് ഞാനൊരു എന്റെ സമ്മർ ഇന്റേൺഷിപ്പ് ഇന്റർവ്യൂല് ആക്ച്വലി ഫൈനൽ ഇന്റർവ്യൂലും എന്റെ റിക്രൂട്ടർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, വൈ ഇസ് IPM ബെറ്റർ ദാൻ PGP? അപ്പം അതിന് ഞാൻ പറഞ്ഞിരുന്ന ഉത്തരം, ബോത്ത് ഇയേഴ്സ് ഐ സെഡ് ദ സെയിം ആൻസർ. ആൻഡ് ദി ആൻസർ ഇസ്, ഒരു PGP സ്റ്റുഡന്റിന് ഒരു പ്രോബ്ലം കൊടുത്തിട്ട് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 സൊല്യൂഷൻ വരുന്ന വെച്ചാല് IPMers 5 വർഷം ഒരു ബിസിനസ് സ്കൂളിലുണ്ട്, ജനറലിസ്റ്റ് ആണ്. ഇതുകൊണ്ടൊക്കെ കാരണം ആ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇസ് സ്റ്റെപ്പ് 2 ഓർ സ്റ്റെപ്പ് 3. Okay. കാരണം അത് അത്രയും ഇത് നമുക്ക് ഇൻറ്റ്യൂഷനാ. കാരണം an engineer at the end of the day studied in an engineering college for 4 years and in an IM college in a business school for 2 years. So it's an engineer trained to do business. It's not a business person default. Versus an IPM student 5 years in a business school and we know nothing but business. So we don't think any other way. നമുക്ക് ആലോചിക്കാൻ ഒരു രീതി അറിയുള്ളൂ. It is business sides. It is along those lines. It is along operation, strategy, marketing, finance, HR. അതുകൊണ്ട് it is intuition for us. ജസ്റ്റ് ലൈക്ക് ഫോർ എൻ എഞ്ചിനീയർ, ഒരു കോഡ് കാണിച്ചു കഴിഞ്ഞാൽ ആ കോഡിലുള്ള ഒരു കമ്പ്യൂട്ടർ സയൻസിന് കോഡ് കാണിച്ചാൽ അതിലെ എറേഴ്സ് ഇറ്റ്സ് ഇൻഡ്യൂഷൻ ഫോർ എൻ. കാരണം അത്രയും കോഡ് കണ്ടിട്ടുണ്ടാവും. വി ഡോണ്ട് ഹാവ് ടു റീഡ് ഇറ്റ് ലൈൻ ബൈ ലൈൻ. ആ കോഡ് അങ്ങ് കാണുമ്പോൾ തന്നെ ടിക് 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 എന്ന് വെച്ച് തലയിൽ കത്തും. ഒരു IPMറിന്, അറ്റ്ലീസ്റ്റ് എ ഗുഡ് IPMറിന് ഒരു ബിസിനസ് പ്രോബ്ലം കിട്ടുമ്പോൾ അങ്ങനെ നമുക്കത് ആലോചിക്കൽ ഒരു എഫേർട്ട് അല്ല. നമ്മളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഗിയർഡ് ലൈക്ക് ദാറ്റ് ആൻഡ് വി തിങ്ക് ലൈക്ക് ദാറ്റ് ആൻഡ് ഇറ്റ് ഷോസ് ഇൻ ഇന്റർവ്യൂസ്. ദാറ്റ് ഇസ് വൈ if a recruiter opens up to IPM, you will see that IPM എന്നെ ബാഗ് ചെയ്യും കുറെ. And if you also look at the numbers, like I remember ഞാൻ എന്റെ PGP ഫസ്റ്റ് ഇയറിൽ ഉണ്ടാവുമ്പോൾ BCG വന്നിട്ട് സമ്മർ ഇന്റേൺഷിപ്പിന് I think they took only 2 students from IPM. Next year they took 5.
അതായത് ഒരു They തവണ might എടുത്ത ആൾക്കാർ പിന്നീട് അടുത്തതിൽ കൂടുതലായിട്ട് എടുക്കും എടുക്കുന്നുണ്ട്. because they learn. They see Yeah. that it is working. These kids are good. And first year ഞാൻ IPM 1 ഉണ്ടാവുമ്പോൾ ഒരു വലിയ ന്യൂസ് ആയിരുന്നു, the first time an IPMer got placed into Google. Hmm. And it was one person. They hired two people. Only one person was an IPMer. ഞാൻ എന്റെ IPM second year ലായപ്പം same Google came back. They hired two people. Both were IPMers. They didn't take Okay. PGP that year. അപ്പം if you look at the data, it is very clear that IPMന് yes to get in the room ഒരു ചെറിയ friction ഉണ്ട്, കാരണം the world is working in one way. And a lot of these hiring policies were made pre-IPM. So Hmm. അവർക്കൊക്കെ കുറെ ക്രൈറ്റീരിയ ഉണ്ട്. ഉദാഹരണത്തിന് കാറ്റിൽ ഇത്ര സ്കോർ, അറ്റ്ലീസ്റ്റ് ഒരു ടയർ 1 കോളേജിൽ നിന്ന് ഒരു UG ഡിഗ്രി, അങ്ങനത്തെ ഒക്കെ അതെ. ക്രൈറ്റീരിയാസ് ഉണ്ട്. സോ ബിക്കോസ് ഓഫ് വിച്ച് IPM തുടക്കത്തിൽ അറ്റ്ലീസ്റ്റ് ഫേസ് സം ഇഷ്യൂ ഗെറ്റിംഗ് ഇൻ ടു ദ റൂം. ബട്ട് Yeah. നൗ ഇറ്റ്സ് ചേഞ്ചിങ് എ ലോട്ട്. നമ്മൾ IPM അലുമിനീസ് തന്നെയാണ് ഇപ്പൊ കുറെ കമ്പനീസിലുള്ളത്. അവരും ഇന്റേർണലി പുഷ് ചെയ്യുന്നുണ്ട്. കുറെ ഇൻവെസ്റ്റേഴ്സ് IPM ഫൗണ്ടേഴ്സിനൊക്കെ കണ്ടു തുടങ്ങി. അതിനും ഇപ്പൊ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയിലും IPMന് ഒരു ബ്രാൻഡ് ഇമേജ് വന്നു തുടങ്ങുന്നുണ്ട്. സോ ഓവറോൾ ഇറ്റ് ഇസ് ചേഞ്ചിങ് ആൻഡ് ഇറ്റ് ഇസ് ഇംപ്രൂവിങ് എവറി ഇയർ. സോ ടു ദ പോയിന്റ് ഐ വുഡ് സേ അതിപ്പോ ഒരു കൺസേൺ അല്ല. ലൈക്ക് ഇറ്റ് വിൽ മനസ്സിലായി. നോട്ട് മെറ്റീരിയലി ഇമ്പാക്ട് യുവർ ഫ്യൂച്ചർ. അവിടെ എത്തിയിട്ടുണ്ട്. It's not മനസ്സിലായി. as good as PGP, I think, but it's no longer it's no longer an excuse. അവിടെ വരെ എത്തിയിട്ടുണ്ട്. Got it. ഇനി അൽദർ തുടക്കത്തിൽ പറഞ്ഞ ഒരു പോയിന്റിൽ നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. സോ തുടക്കത്തിൽ പറഞ്ഞ ഒരു പോയിന്റ്, IPM ഇസ് നോട്ട് എ ചീപ്പ് കോഴ്സ്, ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് കോഴ്സ്, റൈറ്റ്? അപ്പൊ ഈ ഒരു ROI, ഫസ്റ്റ് ഓഫ് ഓൾ ഡു യു ബിലീവ് ഇൻ ദി കോൺസെപ്റ്റ് ഓഫ് ROI, വിച്ച് ഇസ് ലൈക്ക് ദാറ്റ് ഫോർമുല ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന CTC ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ മണി സ്പെൻഡ് ഓൺ കോളേജ്, അതിനോട് എത്രത്തോളം ഐ മീൻ എഗ്രി ചെയ്യുന്നുണ്ട് ആ ഒരു കോൺസെപ്റ്റിനോട്? സെക്കൻഡ്, വാട്ട് ഈസ് ROI ഫോർ യു, യുവർ ഡെഫിനേഷൻ ഓഫ് ROI? തേർഡ് തിങ്, ഈ ഒരു എക്സ്പെൻസീവ് കോഴ്സ് ആണെന്നുള്ളത് പിന്നീട് അങ്ങോട്ട് ആഫ്റ്റർ ഗ്രാജുവേഷൻ അതൊരു വലിയ ബർഡൻ ആയിട്ട് വന്നിട്ടുണ്ടോ, ഫ്രം യുവർ പേഴ്സണൽ ഒപ്പീനിയൻ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് ROI കാൽക്കുലേഷൻ തീരെ ഇഷ്ടമല്ല. അത് ഞാൻ പ്രത്യേകിച്ച് അത് കേട്ടിട്ടുള്ള ലോട്ട് ഓഫ് PGP സ്റ്റുഡൻസിന്റെ മറ്റേ FMS വേഴ്സസ് ഒരു IM കാൽക്കുലേഷനിൽ എപ്പോഴും വരുന്നതാണ്, FMSലെ ഫീ ROI അതൊക്കെ. എന്റെ റീസണിങ് വെരി സിമ്പിൾ ആണ്. ROI ഫൈനാൻഷ്യൽസ് ഓൺലിയാ. ROI നിങ്ങൾക്ക് കൂട്ടാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു ഉദാഹരണത്തിന്, എനിക്ക് എഞ്ചിനീയറിംഗ് ഞാൻ 4 വർഷം പഠിച്ചിരുന്നെങ്കിൽ എന്റെ മാനസികാവസ്ഥ വേഴ്സസ് ഞാൻ IPM വന്നപ്പം അതിനൊരു പ്രൈസ് ഇടാൻ പറ്റില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ദ പീപ്പിൾ ഐ മെറ്റ്, എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ്, അതൊക്കെ ഫോർ മീ ദേ ആർ വെരി ഇമ്പോർട്ടന്റ്. അതിനൊന്നും ഒരു വിലയില്ല. അതുകൊണ്ട് ഈ ഒരു ROI കാൽക്കുലേഷൻ യൂസിങ് എ ഫീ ആൻഡ് എക്സ്പെക്ടഡ് സാലറി, അതിന്റെ ഫീ സൈഡിൽ ലൈക്ക് ഐ സെഡ് ഐ ഡോണ്ട് അഗ്രി. ഈവൻ എക്സ്പെക്ടഡ് സാലറിയും നിങ്ങൾക്ക് പറയാൻ പറ്റൂല. നിങ്ങൾ ജസ്റ്റ് ഒരു വെരി മീഡിയം കേസ് എടുത്തിട്ടാണ് നോക്കുന്നത്. ഇഫ് യു ആർ ഗുഡ്, ഇഫ് യു ആർ പാഷനേറ്റ്, ഇഫ് യു ആർ വില്ലിംഗ് ടു വർക്ക്, ദാറ്റ് കാൽക്കുലേഷൻ മേക്സ് നോ സെൻസ്. യു വിൽ അതൊരു 2-3 വർഷം കൊണ്ട് കാര്യങ്ങൾ വളരെ മാറും. സോ പ്യുവർ ഫൈനാൻഷ്യലി ROI നോക്കിയിട്ട് ഒരു കോളേജ് എടുക്കുന്നതിൽ എനിക്കൊരു ഞാൻ വിശ്വസിക്കുന്നതല്ല. ഞാൻ എപ്പോഴും കോളേജ് എടുക്കാൻ പറയല് ഫോർ ദ ലൈഫ് യു വാണ്ട് ആഫ്റ്റർ കോളേജ് ആണ്. വാട്ട് ജോബ് യു വാണ്ട് ടു ഡു, വാട്ട് പീപ്പിൾ യു വാണ്ട് ടു ബി വിത്ത്, വാട്ട് ലെവൽ യു വാണ്ട് ടു ബി വിത്ത്, അത് നോക്കിയിട്ടാണ് കോളേജ് സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് അതിന് എന്ത് ഫീസ് കൊടുക്കുന്നോ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ അപ്പം പോക്കറ്റിൽ നിന്ന് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുത്തിട്ട് കോളേജ് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. പക്ഷെ ജീവിതത്തിൽ എന്തൊരു നല്ല കാര്യത്തിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഫ്രീ ആയിട്ടൊന്നും കിട്ടൂല. സോ ഇഫ് യു തിങ്ക് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്, അതായത് ആ കോളേജ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ലൈഫ് ഡ്യൂറിങ് കോളേജ് ആൻഡ് ആഫ്റ്റർ കോളേജ്, അത് നിങ്ങൾക്കൊരു വർത്ത് ഇറ്റ് ആയി തോന്നുകയാണെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് എൻ ഇൻവെസ്റ്റ്മെന്റ്. യു ഡോണ്ട് ഹാവ് ടു കൺസിഡർ ഇറ്റ് ആസ് എ കോസ്റ്റ്, കാരണം അതൊരു കോസ്റ്റ് അല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ആംഗിളിൽ നോക്കുക. പിന്നെ രണ്ടാമത്തത്, എനിക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫീ അതൊക്കെ ആയിരുന്നു. അതെ അതെ, ഇപ്പം ഇതൊരു ബർഡൻ ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്, ആ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ട് ഇത്രയധികം. എനിക്കും ഒബ്വിയസ്ലി എന്റെ ഫ്രണ്ട് സർക്കിൾസും കുറെ ആയമെന്തോന്നാണ്. നമുക്കാർക്കും ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. നമ്മളെല്ലാവരും ലോണ് തിരിച്ചടക്കണം. അത് ഒബ്വിയസ്ലി ഒരു ഡീസെന്റ് എമൗണ്ട് ഉണ്ടാവും, ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ഇയർ യു പാസ് ഔട്ട് ആൻഡ് സോ ഓൺ. ഒരു റീസണബിൾ എമൗണ്ട് ഉണ്ടാവും ലോണ്. പക്ഷെ ആരെങ്കിലും ആ ലോണ് അടക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. ഹോപ്പ്ഫുള്ളി ഇഫ് യു ആർ എ ഡീസെന്റ് ഇതുവരെ ആരും അതായത് മറ്റേ വീടൊക്കെ പണയം വെച്ച് അങ്ങനെ ഒന്നും ചെയ്യേണ്ടി ഇതുവരെ ഒരവസ്ഥയും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതായത് കഷ്ടപ്പെടേണ്ടി വന്നില്ല. അതായത് ഞാൻ ഒരു ട്രിപ്പ് പോവേണ്ടത് മാറ്റി വെച്ചിട്ട് ലോൺ അടക്കുക, അല്ലെങ്കിൽ എനിക്ക് ഈ മാസം വീട്ടിലേക്ക് വരാൻ പറ്റില്ല കാരണം എനിക്ക് ലോൺ അടക്കണം, എനിക്ക് ഈ പെരുന്നാളിന് ഡ്രസ്സ് മേടിക്കാൻ പറ്റില്ല കാരണം ലോൺ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആഫ്റ്റർ ആൻ IAM, അൺലെസ് നിങ്ങൾ എന്തെങ്കിലും മാസീവ്ലി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഇല്ലാത്തടത്തോളം കാലം യു വിൽ ഗെറ്റ് എ ഡീസെന്റ് ജോബ്. ഇഫ് യു ആർ എ ഗുഡ് പേഴ്സൺ യു വിൽ ഗെറ്റ് എൻ അബവ് ആവറേജ് ജോബ് ഫോർ ഷുവർ.
സ്റ്റാർട്ടിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു നെറ്റ്വർക്കിംഗ് സ്കില്ലും നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റും വെച്ചിട്ട് ദ വേ യു കീപ് സ്വിച്ചിങ്, സാലറി ആൻഡ് ദ പേ ഔട്ട് ദാറ്റ് യു വിൽ ഗെറ്റ് വേഴ്സസ് വാട്ട് യു വിൽ ഹാവ് ടു പേ ഫോർ ദ ലോൺ, അത് നിങ്ങളെ ഒരു മീനിങ് ഹേർട്ട് ചെയ്യാൻ പോകുന്ന ഒരു എമൗണ്ടേ അല്ല. ആൻഡ് ലോണ് നിങ്ങൾ 3, 4, 5, 6 വർഷം കൊണ്ട് അടിച്ചു തീർക്കും. നിങ്ങളുടെ ജീവിതം അത് കഴിഞ്ഞിട്ട് ഒരു 10, 15, 20, 25 ഇയേഴ്സ്, 30 ഇയേഴ്സ് മുന്നോട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ സാലറി കോമ്പൗണ്ട് ആയോണ്ടേ ഇരിക്കും. അപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ 20 ഇയേഴ്സ് ലേറ്റർ നിങ്ങൾ ഈ അടിച്ച ലോണ് വേഴ്സസ് വാട്ട് യു വുഡ് ഹാവ് ഏൺഡ്, അതൊരു കമ്പയറബിൾ നമ്പറേ ആയിരിക്കൂല. മനസ്സിലായി. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാല് ഹ്യൂമൻസിന് ഫിസിയോളജിക്കലി ലോങ് ടേം തിങ്കിങ് അത്ര പോസിബിൾ അല്ല. അതാണ് നമ്മളുടെ ബ്രെയിൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതെ അതുകൊണ്ട് ഷോർട്ട് ടേമിൽ നോക്കുമ്പോൾ 40 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം, 50 ലക്ഷം കൊണ്ട് എനിക്ക് മറ്റേ എത്ര ഏത്തപ്പഴം വാങ്ങിച്ച് തിന്നാം, ആ ഒരു അതെ ചിന്തയിലാണ് അതെ പോവുക. അതെ അപ്പം അത് വലിയൊരു എമൗണ്ട് എങ്ങനെ ചെയ്യാം, അതെങ്ങനെ ചെയ്യാം, അത് ഇത് ടൂ മച്ച് അല്ലേ. അപ്പം പിന്നെ യു ലുക്ക്, നിങ്ങൾ സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടാവും IIT മദ്രാസിൽ ഈ സ്കോളർഷിപ്പ്, ആ OBC ഇത്, അത് വെച്ചിട്ടെല്ലാം ചിലപ്പോൾ ഒരു വർഷം 2 ലക്ഷം റുപ്യ കൊടുക്കുന്നുണ്ടാവും ഫീ. അപ്പൊ നിങ്ങൾ അത് നോക്കുമ്പോൾ നിങ്ങൾ ആകെ തളർന്നു പോകും. ഇത് പറ്റൂല, ഇത് ടു മച്ച് ആണ്. ബട്ട് ആക്ച്വലി ലൈഫ് ഇസ് ഡിഫറെന്റ്. നിങ്ങളുടെ എക്സ്പോഷർ ഡിഫറെന്റ് ആണ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗ്രോത്ത് ഡിഫറെന്റ് ആണ്, എല്ലാം ഡിഫറെന്റ്. സോ ഇറ്റ്സ് നോട്ട് എ ആപ്പിൾസ് ടു ഓറഞ്ചസ് കമ്പാരിസൺ, ആൻഡ് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് എ പ്യുവർ നമ്പർ കമ്പാരിസൺ. There is a lot more to it that you cannot factor into number. In a way, if you can factor into it, I am very sure the ROI will be worth it. ഡെഫിനറ്റ്ലി. സോ അസ്ദർ, എനിക്ക് വളരെ താങ്ക്സ് ഈ ഒരു ക്യൂബ് ടൈമിൽ. അസ്ദർ ഇപ്പോൾ ഓഫീസിലാണ്, അപ്പോൾ വർക്കിംഗ് അവേഴ്സിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു 30 മിനിറ്റ്സ് അസ്ദറിന്റെ അടുത്ത് ചോദിച്ചാണ്. ബേസിക്കലി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഒരുപാട് അധികം വീഡിയോസ് നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പം ഞാൻ സംസാരിക്കുന്ന ഒരു ആംഗിൾ ഉണ്ടാവും. പക്ഷേ IPM തന്നെ കഴിഞ്ഞിട്ട് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുക, അതും ഒരു റിക്രൂട്ട്മെന്റ് സൈഡിൽ നിൽക്കുന്ന ഒരാള് എങ്ങനെയാണ് ഈ ഒരു IPM ഇപ്പൊ കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് എ ലോട്ട് അസ്ദർ ഫോർ സ്പെയറിംഗ് യുവർ ടൈം വിത്ത് us. Thanks a lot, Sahil. I hope this video reaches a lot of students. അന്ന് ഞാൻ പാലന്റെ ബ്രോഷർ കണ്ട പോലെ ആരെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ട് ഡെഫിനറ്റ്ലി അവർക്കൊരു നല്ലൊരു കരിയർ പാത്ത്, നല്ലൊരു പാത്ത്, കോളേജ് കരിയർ അത് കഴിഞ്ഞിട്ടല്ലേ, അവർക്ക് റൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു കോളേജും കോഴ്സും കിട്ടട്ടെ. ദാറ്റ് ഇസ് ദി ഓൺലി ഹോപ്പ്. ഒരു സ്റ്റുഡന്റ് എങ്കിലും കിട്ടിയാൽ വർത്ത് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഡെഫിനറ്റ്ലി. Yeah. Thank you. Thanks a lot for watching my video. Thanks, Bye-bye. Sahil. Yeah.